നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശ യാത്ര സംബന്ധിച്ച വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അനുമതിയോടുകൂടിയാണ് വിദേശത്തേക്ക് പോയത്. സ്വന്തം ചെലവിലാണ് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്നതെന്നും അതിന് ഒരു തെറ്റുമില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. തിരക്ക് പിടിച്ച രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ആരാണ് ഒരു ഇടവേള ആഗ്രഹിക്കാത്തത്? ഒഴിവു സമയം വിനോദപ്രദമാക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അതിൽ ആർക്കും തന്നെ തെറ്റു പറയാനാകില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇത് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ചിലവ് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് കയർത്തുകൊണ്ടാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രി സ്വന്തം ചെലവിലാണ് വിദേശയാത്ര നടത്തുന്നത്. അതിൽ ഒരു സ്പോൺസർഷിപ്പുമില്ല. സ്പോൺസർഷിപ്പ് അടക്കമുള്ള വിവാദങ്ങൾ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളം പോലൊരു സംസ്ഥാനം, ആ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അതുമാത്രവുമല്ല, അതുപോലെ തന്നെ ഉഷ്ണതരംഗം, കടൽക്ഷോഭം അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നുള്ള കനത്ത മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു നാഥനില്ലാതെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണചക്രം മുന്നോട്ട് പോകുന്നത്. 19 ദിവസത്തെ ദുബായ് സന്ദർശനം, വിദേശ യാത്രയ്ക്കാണ് മുഖ്യമന്ത്രി പോയത്. ആ 19 ദിവസവും കേരളത്തിനൊരു മുഖ്യമന്ത്രിയില്ല. ഈ ഭരണം ആരെ ഏൽപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ഭരണ ചുമതല ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന മറുപടി. അങ്ങനെ ഭരണം അല്ലെങ്കിൽ ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനം ആരെയും ഏൽപ്പിക്കാതെ 19 ദിവസം മുഖ്യമന്ത്രി വിദേശത്തായിരുന്നാൽ അത് ഭരണത്തിന് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലേ എന്ന ചോദ്യത്തിനൊന്നും MV ഗോവിന്ദൻ്റെ കയ്യിൽ മറുപടിയില്ല. മുഖ്യമന്ത്രി വിദേശത്തായിരുന്നാലും കൃത്യമായി കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അദ്ദേഹത്തിന് അറിയാമെന്ന മറുപടി തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം കനത്ത ആക്ഷേപവും ആരോപണവും തന്നെയാണ് ഈ ഘട്ടത്തിലും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊരു ഹാഷ്ടാഗോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചതും CPMൻ്റെ പ്രചരണം നടത്തിയതും. അതിൻ്റെ അർത്ഥം CPM ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് മറ്റാരും അംഗീകരിച്ചില്ലെങ്കിലും CPM തന്നെ സ്വയം ധരിക്കുന്നു. അതുമാത്രവുമല്ല, BJPയെ എതിരിടാൻ രാജ്യത്ത് പ്രതിപക്ഷ നിരയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യം തങ്ങളാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അങ്ങനെയുള്ള CPM ഭരിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്, ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇനിയും നടക്കാനിരിക്കുന്നു, ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ പ്രചരണത്തിന് നേരിട്ടിറങ്ങുക, BJP എതിരിടാൻ വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് CPMന് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് നേതൃത്വം നൽകുക, അതായിരുന്നു വേണ്ടിയിരുന്നതെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളടക്കമുള്ളവർ നിരവധി തവണ ആക്ഷേപമായി പറയുന്നു. അതുമാത്രവുമല്ല, VD സതീശൻ പറയുന്ന ഒരു വ്യക്തമായ കാര്യമുണ്ട്. BJPയെ ഭയന്നിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി വിദേശത്തേക്ക് ഒളിച്ചു കടന്നത്. വിദേശയാത്ര എന്ന് പറയുന്നത് ഒളിവിൽ പോയതാണ്. കാരണം ഇനിയുള്ള പ്രചരണങ്ങൾ, ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ് പിണറായി വിജയൻ നടത്തിയത്. കാരണം ലാവ്ലിൻ കേസ് തൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു വാളായി തൂങ്ങിയാടുന്നുണ്ട്. ലാവ്ലിൻ കേസിൽ ഇത്രയും കാലം BJPയുടെ സഹായവും സഹകരണവും ലഭിച്ചത് കൊണ്ട് മാത്രമാണ് കോടതിയിൽ പോലും വാദം കേൾക്കാതെ അനിശ്ചിതമായി ആ കേസ് നീട്ടുന്നത്. അത് BJPയുമായുള്ള CPMൻ്റെ പിണറായി വിജയൻ്റെ അന്തർധാരയുടെ ഭാഗമാണ്. ആ അന്തർധാര സജീവമായി നിലനിർത്തുക എന്നുള്ളതാണ് പിണറായി വിജയൻ ഇനി ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി രാജ്യത്ത് മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതിൻ്റെ പ്രചരണങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ഒരു പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയ്ക്ക് പ്രചരണത്തിന് പോകാതെ ആ സമയം വിദേശത്ത് സുഖവാസത്തിന് ചെലവഴിക്കാൻ തിരഞ്ഞെടുത്തതിന് പിന്നിൽ BJPയുമായുള്ള ഒരു രഹസ്യ ബാന്ധവത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നു. BJP ആകട്ടെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമ്പോൾ, കേരളത്തിലെ ജനങ്ങൾ ചൂടുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് വിദേശത്ത് ബീച്ച് ടൂറിസം ആസ്വദിക്കുകയാണ് എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപത്തിന് അടിസ്ഥാനമുണ്ട്.
BJP ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കും അടിസ്ഥാനമുണ്ട്. എല്ലാ കാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്ര വലിയ വിവാദം തന്നെയായിരുന്നു. നേരത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിന് പിന്നാലെ കോടിയേരിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് നിന്ന് പയ്യാമ്പലം ബീച്ച് വരെ ഒരു വിലാപയാത്രയായി കൊണ്ടുപോകണമെന്ന ആഗ്രഹം കുടുംബത്തിനുണ്ടായിരുന്നിട്ടും അത് സാധ്യമായിരുന്നില്ല. അതിൻ്റെ കാരണം തൊട്ടടുത്ത ദിവസം പിണറായിക്ക് വിദേശത്തേക്ക് പോകേണ്ടിയിരുന്നു. അമേരിക്ക, ഫ്രാൻസ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയുണ്ടായിരുന്നു. ആ യാത്ര മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കോടിയേരിയുടെ കുടുംബത്തിന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും പാർട്ടി പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ടായിരുന്നിട്ടും കോടിയേരിയെ പോലെ CPMലെ സമുന്നതനായ ഒരു നേതാവിൻ്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്രയായി കൊണ്ടുപോകാതെ നേരിട്ട് ചെന്നൈയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തിച്ചത്. രാത്രിക്ക് രാത്രി ചടങ്ങുകൾ പൂർത്തിയാക്കി ആ മൃതദേഹം ദഹിപ്പിച്ചത്. അങ്ങനെ അടക്കം ചെയ്തതിന് പിന്നിൽ പിണറായിയുടെ വ്യക്തി താല്പര്യമാണെന്ന ആക്ഷേപം അന്ന് തന്നെ ഉയർന്നിരുന്നു. കുടുംബത്തിന് അതിൽ പരിഭവമുണ്ട് എന്ന വാർത്തകളും വന്നിരുന്നു. അതിന് പിന്നാലെ അടുത്ത ദിവസം തന്നെ പിണറായി വിജയൻ വിദേശയാത്ര നടത്തുകയും ചെയ്തു, അതും കുടുംബസമേതം. അങ്ങനെ കുടുംബസമേതം നടത്തിയ വിദേശയാത്രകളെല്ലാം തന്നെ ഔദ്യോഗികമായിരുന്നു. ആ വിദേശയാത്രകളിലൂടെ കേരളത്തിന് എന്ത് ലഭിച്ചു എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട്, സാധാരണക്കാരനിൽ നിന്ന് നികുതി പിരിക്കുന്ന ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് വിദേശയാത്രകൾ യഥേഷ്ടം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ യാത്രകളിലൂടെ സംസ്ഥാനത്തിന് ലഭിച്ചതെന്താണ്? നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളെ അതിനിശിതമായി വിമർശിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് CPM. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓരോ യാത്രയും രാജ്യത്തിന് കൊണ്ടുവരുന്ന നേട്ടങ്ങളെക്കുറിച്ച് പിന്നീട് വലിയ തോതിൽ ചർച്ചയുണ്ടായി. രാജ്യം നേടിയ പുരോഗതി, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം, ഇതെല്ലാം കൊണ്ടുവന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളും രാജ്യാന്തര ബന്ധങ്ങളും കൊണ്ടാണെന്നുള്ള വാർത്തകൾ പിന്നീട് നിരന്തരം പുറത്തു വന്നു. എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതുകൊണ്ട് കേരളത്തിന് ഉണ്ടായ ഒരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിതാ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. അടുത്ത മാസം ശമ്പളം എങ്ങനെ കൊടുക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഓരോ വകുപ്പുകളും. ഖജനാവ് കാലിയാണ്, ഖജനാവിൽ നയാ പൈസയില്ല. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ തവണ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. ഇനി അതിനേക്കാൾ ഗതികെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഈ അവസരത്തിലാണ് 19 ദിവസം നാഥനില്ലാതെ കേരളം എന്ന സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇതിന് മറുപടി പറയേണ്ട ബാധ്യതയുള്ള പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് മെഴുകുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച വിവാദങ്ങൾ ഉടനൊന്നും അവസാനിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം മുഖ്യമന്ത്രിയുടെ സ്പോൺസർ ആര് എന്ന ചോദ്യം കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നു. ദല്ലാൾ നന്ദകുമാറിനെ അടക്കം EP ജയരാജനെ അടക്കം തള്ളിപ്പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഒരു അജ്ഞാതൻ്റെ ചിലവിൽ മുഖ്യമന്ത്രി നടത്തുന്ന വിദേശയാത്രയ്ക്ക് പിന്നിലെ ലക്ഷ്യമെന്താണ്? ആരാണ് മുഖ്യമന്ത്രിയുടെ വിദേശത്തെ ഈ സ്പോൺസർ? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം പറയാൻ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.